ഞാനത് വായിച്ചത്. വൃന്ദാവൻ ഗാർഡൻ തിരിയുമ്പോ കണ്ടോ അവിടെ കണ്ടോ വൃന്ദാവൻ ഗാർഡന്റെ സൈൻ ഇത് കണ്ടോ ഇതൊക്കെ അപ്പനോട് ചോദിക്കുക മുതല നമ്മുടെ വൃന്ദാവൻ ഗാർഡൻ അതാണ് വൃന്ദാവൻ ഗാർഡൻ 18 kilometers from here. Okay. Beautiful road. ട്രെയിൻ പോകുന്നു നമ്മുടെ അടികൾ ഓക്കെ ട്രെയിൻ പോകുന്ന അതല്ലേ നമ്മൾ താഴേക്കൂടെ പോകുന്നു ട്രെയിൻ മേലേക്കൂടെ പോകുന്നു. ഈ കാണുന്നതാണ് കരിമ്പിൻ തോട്ടം. ബ്യൂട്ടിഫുൾ റോഡ്. ബ്യൂട്ടിഫുൾ. ഇവിടെ വളരെ എല്ലാ വിധത്തിലുള്ള ദേശാടനകളിൽ ഒരു സ്ഥലമാണിത്. അവിടുത്തെ ബേർഡ് സാഞ്ചുറി കണ്ടു. ശിവൻ വെൽക്കം ടു വൃന്ദാവൻ ഗാർഡൻ DePaul International Residential ഷെയറൊന്നല്ല അതിൽ എത്ര ആൾക്കാരുണ്ട് കണ്ടോ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്റെ ഫോണില് പൊട്ടേണ് പൊട്ടേണ് ചൂള മരത്തിൻ്റെ കായ പോലെ. നല്ല ഗായകനാണ്. ഹൈവേയിലേക്ക് പ്രവേശിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ ചെറിയൊരു ഉടുപ്പിയുണ്ട് അത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ്. അപ്പോൾ ഉടുപ്പി ഹോട്ടലോ ഗ്രാൻഡ് ഹോട്ടലോ അവിടെ എവിടെയാണ് കയറിയേക്കുന്നത്. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലെയിൻ ദോശ പ്ലസ് ചമ്മന്തി സംതിങ് ആണ് ഓർഡർ ചെയ്തത്. ബട്ട് ഇനി അതിൽ നമുക്ക് 3 സാധനം കിട്ടി. ചമ്മന്തി സാമ്പാർ ചട്നി. ബട്ട് ഐ ലൈക്ക് ഇറ്റ് ചട്നിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ വടയുണ്ട് അതിൻ്റെ ഒപ്പം. വട എനിക്ക് വട പ്ലസ് ചട്നിയും കൊള്ളാം കേട്ടോ. അപ്പോൾ ഉടുപ്പി ഗ്രാൻഡ് ഹോട്ടൽ വെജാണ് ബട്ട് കിടിലൻ ഫുഡാണ്. എൻ്റെ അപ്പം ഇതാണ് ഉണ്ടാക്കിയത്. എനിക്കതാ ഇഷ്ടം. ചേച്ചി എങ്ങനെയുണ്ട് ഇഡ്ഡലി? നല്ല അടിപൊളിയാണ്. ചേട്ടന്മാരെ വർത്തണം എടാ നമ്മൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങാണ്. വന്ന സ്പോട്ടിൻ്റെ പേരാണ് ഗായ്സ്. അപ്പം നമ്മൾ ഉടുപ്പി ഗ്രാൻഡ് ഹോട്ടലിലാണ് ഉള്ളത്. ഫുഡ് കഴിച്ചു. എന്താ കഴിച്ചത്? ഇഡ്ഡലി വട. ഞാൻ പ്ലെയിൻ ദോശ പ്ലസ് വട. കിടിലൻ ഫുഡാണ്. സോ ഗായ്സ് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ കിഡിലോസ്കി ഫുഡാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ടിബറ്റൻസ് നിന്ന് കുടിയിറക്കപ്പെട്ട അവരെ കുടിയിറക്കിയ സ്ഥലമാണ്. അവർ കുടിയിറക്കിയ ശേഷം അവർ കർണാടകയിൽ അഭയം കൊടുക്കുകയും 2500 ഏക്കർ സ്ഥലം കുശാൽനഗറിൽ പറിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഉൾസൂറിൽ ഒരു 10 ഏക്കർ സ്ഥലം ടിബറ്റൻസ് പറിച്ചു കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ആ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവരുടെ ഐതിഹ്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ. ആ കുട്ടി കൈവച്ച് കാണിച്ച ഐതിഹ്യം എന്താ വെച്ചാൽ അവിടെ എഴുതിയിരിക്കുന്ന സംഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ അവരുടെ പാവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മൾ കുമ്പസാരിക്കുന്ന പോലെ അത് കാറ്റത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ കാറ്റത്ത് അത് പറന്നു പോവുകയും അതിലൂടെ അവരുടെ പാവങ്ങൾ പോകുമെന്നാണ് അവരൊരു പ്രതീക്ഷ. ഇതിന് ഇത് വ്യക്തമായിട്ടുണ്ട്. അതിൽ അവരുടെ പാവങ്ങൾ എഴുതി വെച്ചാണ് അവരത്. ഈ ചേച്ചിയൊക്കെ കണ്ടാവാന പാവം ചെയ്ത ഈ വീട്ടില് അതിൽ ഇതിന് കേട്ടോ. അതിൽ ലേഖനം ചെയ്തേക്കണ അവരും അതാണ് കേട്ടോ കേട്ടോ. അതിലവരുടെ പാവങ്ങളാണ് ആലേഖനം ചെയ്തിരിക്കുന്നത്. ആ ഓരോ എംബ്ലവും ഞാൻ അങ്ങനെ കെട്ടുവന്നു കുറ്റം പറയുന്നതൊക്കെയാണ്.